ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസം 2025 ഡിസ്കൗണ്ട് ആണ്. ഒക്ടോബർ 21 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിസ്കൗണ്ട് ആണ്. ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പെട്ടെന്ന് തീരാറായി. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നീ എനിക്കായി കാത്തിരിക്കുകയില്ലേ? നിങ്ങളോട് എന്തോ ഈ വ്യക്തി പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ പ്രധാനമായിട്ട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുടെ വരവിനായി ഈ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടോ, ഈ പേഴ്സന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനം എന്താണ്, ആഗ്രഹം എന്താണ്, എന്താണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓവറോൾ എനർജി നമുക്ക് അവസാനം എടുക്കാം. സോ ഫസ്റ്റ് എനർജി തന്നെ ഈ പേഴ്സൺ ഒരു ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങളോട് പറയുന്നത്. അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരുപാട് മനോഹരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ പൊട്ടബുദ്ധി കാരണം അല്ലെങ്കിൽ എൻ്റെ മണ്ടത്തരം കാരണം ഞാൻ നഷ്ടപ്പെടുത്തി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളുമായിട്ട് വളരെ മനോഹരമായിട്ട് പങ്കിട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അത് മനോഹരമായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം അതെല്ലാം നഷ്ടപ്പെടുത്തുകയും, നമ്മൾ പറയില്ലേ കുളമാക്കി ചളമാക്കുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ കൊണ്ടുപോയിട്ടുള്ളത്. കാരണം നിങ്ങൾ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ പോകാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ പേഴ്സൺ തന്നെയാണ്. അതിൽ ഈ പേഴ്സണ് നല്ല രീതിയിൽ പശ്ചാത്താപമുണ്ട്, നല്ല രീതിയിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ പേഴ്സൺ ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്. യൂറിയൽ ആൻഡ് ഫിനിക്സ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്ര പെട്ടെന്നൊന്നും ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും തകരാറിലാക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വമുണ്ട്, ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദൈവികതയുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, അതായത് ഒരുപാട് എനർജീസ് വരും. ബട്ട് സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ നമ്മൾ പറയില്ലേ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് അത്ര പെട്ടെന്നൊന്നും ഇപ്പോൾ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകാം, ഒരുപാട് ഇത് തകർക്കാൻ വേണ്ടിയിട്ട് പാത്തും പതുങ്ങി നിൽക്കുന്ന ഒരുപാട് ശത്രുക്കൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇവിടെ ഇതിൽ നിന്നും ഒരിക്കലും, അതായത് ഇതിൽ നിന്നും ഇതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് യൂറിയൽ ഏഞ്ചൽ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും. ഈ ഒരു കാര്യമാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം, ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രൊട്ടക്ഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഈ ഒരു പ്രണയബന്ധത്തിനോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ദാമ്പത്യ ജീവിതമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ഇതില് ഒരു പ്രൊട്ടക്ഷൻ ഇല്ലേ, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എനർജി ഇല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ട്. അത് സംശയിക്കേണ്ട ആവശ്യമില്ല. അത്രയും ഡിവൈൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അത് ഫിനിക്സ് ആണ്. അത് എത്രത്തോളം തീയിൽ ചുട്ട് അല്ലെങ്കിൽ എത്രത്തോളം വെന്തുരുകി നശിഞ്ഞു പോയാലും അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും.
ഇവിടെ ഒരു മാജിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെറുപ്പകാലത്തോ മറ്റോ ചിലപ്പോൾ ടി വിയിലോ അല്ലെങ്കിൽ നമ്മുടെ നടന്മാരൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടൊക്കെ മനസ്സിൽ ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ് ആയിരിക്കാം ഇത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഈ അടുത്തെങ്ങാനോ അല്ലെങ്കിൽ ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിരിക്കാം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. ആ മാനിഫെസ്റ്റേഷനിലൂടെയാണ്, ആ ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ പ്രവർത്തിച്ചപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിലവിൽ വരുന്നത്, നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ശക്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, അതിപ്പോ നമ്മൾ എന്ത് കാര്യം ആയിക്കോട്ടെ, ഇപ്പോൾ റൊമാൻസ് തന്നെ ആകണം എന്നില്ല, കരിയർ വൈസ് ആയിരിക്കും. പണ്ടെപ്പോഴോ പോലീസ് ആകണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാകണം എന്ന് ആഗ്രഹിച്ചു. അത് പണ്ടെപ്പോഴോ ആഗ്രഹിച്ചിട്ട് വിട്ട കാര്യമായിരിക്കും. പക്ഷെ അത് പിന്നീട് മാനിഫെസ്റ്റ് ആയി, അത് അന്ന് തന്നെ മാനിഫെസ്റ്റ് ആയി, പിന്നീട് നിങ്ങളുടെ ലൈഫിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ മൂമെന്റ് ആണത്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഹൈ പവറിൽ നിൽക്കുകയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും മാനിഫെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ശക്തമായി തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതിലൂടെ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ പരാജയപ്പെട്ടു പോകില്ല, അല്ലെങ്കിൽ ആർക്കും പരാജയപ്പെടുത്താനാകില്ല. യെസ്, കമ്മ്യൂണിറ്റി ഇവിടെ ഒരുപാട് വ്യക്തികൾ കാണിക്കുന്നുണ്ട്. അതും ഒരു സ്പ്ലിറ്റിംഗ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പെട്ടെന്ന് ഒരു ജമ്പിങ് എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ എനർജി കളയാൻ വേണ്ടിയിട്ടും ഈ പേഴ്സന് ചുറ്റിനും ഒരുപാട് ആൾക്കാരുണ്ട്. അത് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, കസിൻസ്, കൊളീഗ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് വ്യക്തികൾ, ഒരുപാട് സാഹചര്യങ്ങൾ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ അടുക്കുമ്പോൾ ഈ പേഴ്സന്റെ എനർജി വല്ലാതെ അങ്ങോട്ട് ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവരായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കാം, അവരുമായിട്ടുള്ള കൂട്ടുകൂടൽ, അമിതമായിട്ടുള്ള അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ എൻജോയ്മെന്റ്, അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, അവരുടെ ഇന്റൻഷൻ അത്ര നല്ലതായിട്ട് കാണിക്കുന്നില്ല കൂടെയുള്ള ആൾക്കാരുടെ. കാരണം നിങ്ങളുടെ പേഴ്സനെ പിന്നിൽ നിന്നും കുത്തുക, ഓക്കെ, അല്ലെങ്കിൽ ചതിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പുറമെ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ അസൂയ വെച്ച് പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാകാം. അപ്പോൾ അത് ഇവർ പുറമെ ചിരിച്ചിട്ട് ഓക്കെ വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അകമേ വളരെയധികം അകത്ത് വെച്ചിട്ട് ഭയങ്കര ഒരു ക്രൂരത, ശത്രുത ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തികളെയും കൂടി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ പേഴ്സൺ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും. അപ്പോൾ പിന്നീട് അത് മനസ്സിലാക്കിയതായിട്ടും, എന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ ഈ പേഴ്സൺ തയ്യാറാകുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ നേരത്തെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പേഴ്സണോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം, മേ ബി. പക്ഷെ ഈ പേഴ്സൺ അത് കേൾക്കാനോ അംഗീകരിക്കാനോ കൂട്ടാക്കിയില്ലായിരിക്കാം, പ്രാധാന്യം തന്നിട്ടില്ലായിരിക്കാം. പക്ഷെ എന്തോ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഡോട്ട് സ്പിരിറ്റ് ആണ്. അതായത് ഇവിടെ നിങ്ങൾ ഈ പേഴ്സണെ ഒരുപക്ഷെ അകറ്റി നിർത്തിയപ്പോഴായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം കുറഞ്ഞു വന്നപ്പോഴായിരിക്കണം ഇവിടെ ആ ഒരു സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ടുള്ളൊരു ലെവലിലേക്ക് ഈ പേഴ്സൺ വന്നു ചേർന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, ഒരു ബിസി ആയിട്ടുള്ള ജീവിതമായിരിക്കാം. അതെല്ലാം മാറി ഒരു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും വരുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ യൂണിവേഴ്സ് എന്താണെന്നും, യൂണിവേഴ്സൽ എനർജി എന്താണെന്നും, ദൈവം എന്താണെന്നും, ദൈവഭക്തി എന്താണെന്നും ഒക്കെ ഈ പേഴ്സൺ തിരിച്ചറിയാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് എത്തി നോക്കി, അങ്ങനത്തെ സിറ്റുവേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങൾ വന്നതോടുകൂടി ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെ എന്തൊക്കെയോ ബ്ലെസ്സിങ്സും കൂടെ ഈ വ്യക്തിക്ക് ലഭിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകലും തോറും ഈ വ്യക്തി അത്രയും അങ്ങോട്ട് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങളെക്കുറിച്ച് സ്നേഹിക്കുകയും
നിങ്ങളുടെ പ്രാധാന്യത്തെ തിരിച്ചറിയുക. ഇപ്പൊ ചില ആൾക്കാരൊക്കെ നമ്മളുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോകുമ്പോൾ നമ്മൾ അവരെ മറന്നു പോകും, അല്ലേ? പക്ഷെ ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് നിങ്ങൾ കൂടെ കൂടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ഈ പേഴ്സന്റെ ലൈഫിൽ വന്നത്? അറ്റ് വാട്ട് പർപ്പസ്? എന്താണ് അതിന്റെ പർപ്പസ്, എന്താണ് അതിന്റെ നീഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അതിലേക്ക് ഗാഢമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയിലേക്കാണ്. ഇന്ന് ഈ പേഴ്സന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഒരു തരത്തിലും ഒരു വിധത്തിലും വിട്ടുകൊടുക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുമൊക്കെ ഒരുപാട് ക്ഷമ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, താഴ്മ, സ്പിരിച്വാലിറ്റി, സ്വഭാവത്തിൽ വന്നിരിക്കുന്ന സവിശേഷതകൾ, ഇതൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇതാണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാർഡ് പറയുന്നത്. റൈറ്റ് നൗ ഇവിടെ നമുക്ക് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് വല്ലാണ്ട് പേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, എന്താകും എന്നുള്ളത് അറിയില്ല, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓവറായിട്ട് പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് എന്താ പറയാ, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ, കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നാളത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. യെസ്, ഗോഡസ്, ലക്ഷ്മി ദേവി, ദുർഗാമ്മ, എന്ത് വേണമെങ്കിലും പറയും. ഒരുപാട് ദേവിമാരുടെ ഒരു വലിയൊരു സിമ്പൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മേ ബി ദേവീനെയൊക്കെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് പ്രയേഴ്സ് എടുക്കുന്നുണ്ടാകാം. അതായത് എന്താ പറയാ, നമ്മൾ മറ്റേ അതിൻ്റെ മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല, ഫാസ്റ്റിംഗ് പ്രയർ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഒരുപാട് എനർജീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കൂടുതലും ദേവിമാരുടെയാണ്. അത് നിങ്ങളുടെ ആ ഒരു കുടുംബദേവതയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ദേവിയായിരിക്കാം, ഭദ്രകാളി ദേവി, ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ, യെസ്, വ്രതം ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങളെ തേടി വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ എന്തായാലും ഇപ്പോൾ ദേവിയുടെയൊക്കെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടുമെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. ഓക്കെ, കുറച്ച് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ എപ്പോഴും എൻ്റെ പ്രൊഡക്റ്റ് ടാഗിൽ കയറി നോക്കണം. എനിക്ക് എൻ്റെ ഇൻഡ്യൂഷനിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഓക്കെ, ആരെയും നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ മേടിക്കാം. ഓക്കെ, അതൊരു ഗുഡായിട്ട് കാണിക്കുന്നുണ്ട്. യെസ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് കിട്ടിയിട്ടുള്ളത്. ദേവിമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരുപാടായിട്ട് നമുക്ക് ശത്രുദോഷമൊക്കെ മാറിക്കിട്ടും. ശത്രുക്കളൊക്കെ വല്ലാണ്ട് നമ്മളെ ദ്രോഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, അതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ഇട്ടേക്കാട്ടോ. 222 റഷ്യ, എറണാകുളം, വാട്ടർ പ്യൂരിഫിക്കേഷൻ, 777 ലെറ്റർ O, രോഹിണി നാള് 3-ാം തീയതി, പൂയം നാള് കോഴിക്കോട്, സെപ്റ്റംബർ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ താല്പര്യമുള്ളവർക്ക് വരാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും എല്ലാവരും ഇരിക്കുക. സോ ബൈ.